ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് പ്രചോദനമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ്. തൃശ്ശൂരിലെ നാട്ടികളിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച ലുലു ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത മലയാളിക്ക് എന്നും അഭിമാനമായ MN യൂസുഫ് അലിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായതെന്ന് നമുക്ക് നോക്കാം. 1955 നവംബർ 15 തൃശ്ശൂർ ജില്ലയിലെ നാട്ടികളിലായിരുന്നു യൂസുഫ് അലിയുടെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പിതാവും ബന്ധുക്കളും നടത്തിയിരുന്ന പലചരക്ക് കടയിൽ നിന്ന് അദ്ദേഹം ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. അക്കാലത്ത് തന്നെ വലിയ സ്വപ്നങ്ങൾ യൂസുഫ് അലി കണ്ടിരുന്നു. 1973 ഡിസംബർ 24 വെറും 18 വയസ്സുള്ളപ്പോൾ ദുംറ എന്ന കപ്പലിൽ അദ്ദേഹം ദുബായിലേക്ക് യാത്ര തുടങ്ങി. ഡിസംബർ 31 ദുബായ് റാഷിദ് പോർട്ടിൽ കപ്പൽ ഇറങ്ങുമ്പോൾ ഒരു വലിയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അവിടെ പൃഥു സഹോദരനായ MK അബ്ദുള്ളയുടെ പല വ്യഞ്ജന കച്ചവട സ്ഥാപനത്തിൽ നിന്നാണ് യൂസുഫ് അലിയുടെ ഗൾഫ് ജീവിതം ആരംഭിക്കുന്നത്. ഒരു ചെറിയ പലവഞ്ഞ കടയിൽ നിന്നാണ് ലുലു ഗ്രൂപ്പിന്റെ ചരിത്രം തുടങ്ങുന്നത്. കഠിനാധ്വാനവും ദീർഘവീക്ഷണവും കൈമുതലാക്കിയ യൂസുഫ് അലി 1989 ദുബായിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുറന്നു. അതിന്റെ വിജയം അദ്ദേഹത്തിന് പുതിയ ഊർജ്ജം നൽകി. പിന്നീട് അബുദാബിയിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. 1990കളിലെ ഗൾഫ് യുദ്ധ സമയത്ത് പലരും ബിസിനസ് ഉപേക്ഷിച്ച് മടങ്ങിയപ്പോൾ യൂസുഫ് അലി തളരാതെ നിലകൊണ്ടു. ഈ ധീരമായ നിലപാട് UAE ഭരണാധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവരുടെ പിന്തുണയോടെയാണ് ലുലു ഗ്രൂപ്പ് അത്ഭുതപൂർവമായ വളർച്ച നേടിയത്. ഇന്ന് മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, US, യൂറോപ്പ് എന്നിവിടങ്ങളിലായി 23-ലധികം രാജ്യങ്ങളിൽ ലുലുവിന് സാന്നിധ്യമുണ്ട്. 240-ൽ-അധികം സ്റ്റോറുകളിലായി 65,000-ലധികം ജീവനക്കാർക്ക് ലുലു ഗ്രൂപ്പ് തൊഴിൽ നൽകുന്നു. ഇതിൽ 26,000-ലധികം പേര് ഇന്ത്യക്കാരാണെന്നും ശ്രദ്ധേയമാണ്. റീറ്റെയിൽ മാത്രമല്ല, ഷിപ്പിംഗ്, ഹോട്ടൽ, ഭക്ഷ്യ സംസ്കാരം തുടങ്ങിയ നിരവധി മേഖലകളിലേക്ക് ലുലു ഗ്രൂപ്പ് ചിറകുകൾ വിരിച്ചിരുന്നു. യൂസുഫ് അലിയുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2005-ൽ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ചു. 2008-ൽ രാജ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2021-ൽ അബുദാബിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. ഫോബ്സ് ഇന്ത്യ അതിസമ്പന്ന പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്ന യൂസുഫ് അലി ലോക സമ്പന്നരുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. കൊച്ചിയിലെ ലോക്സോർ ആശുപത്രിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുവരുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. MA യൂസുഫ് അലിയുടെ വിജയത്തിന് പിന്നിൽ വ്യക്തമായ ചില തന്ത്രങ്ങളുണ്ട്. ഒന്നാമതായി, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന തത്വമാണ്. രണ്ടാമതായി, അദ്ദേഹം എപ്പോഴും പുതിയ സാധ്യതകൾ തേടാനും അതിൽ നിക്ഷേപം നടത്താനും മടി കാണിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലുമല്ല ലുലുവിന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു. വൈവിധ്യവൽക്കരണം അദ്ദേഹത്തിന്റെ ഒരു പ്രധാന തന്ത്രമാണ്. കൂടാതെ ശക്തമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ജീവനക്കാർക്ക് മികച്ച തൊഴിൽ അന്തരീക്ഷം നൽകാനും അവരുടെ വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകാനും അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ ലുലു ഗ്രൂപ്പ് തങ്ങളുടെ സാന്നിധ്യം ശക്തമായി അറിയിച്ചു കഴിഞ്ഞു. കൊച്ചിയിലെ ലുലു മാൾ ഒരു വലിയ വിജയമായിരുന്നു. അതിനുശേഷം ബംഗളൂരു, ലക്നൗ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ലുലു മാളുകൾ സ്ഥാപിതമായി. വരും വർഷങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ലുലു എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. യൂസുഫ് അലിയുടെ ഭാവിയിലുള്ള സ്വപ്നങ്ങൾ വളരെ വലുതാണ്. ലുലുവിനെ ഒരു ആഗോള ബ്രാൻഡായി വളർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നൂതനമായ ഷോപ്പിംഗ് അനുഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാനും അദ്ദേഹം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. MA യൂസുഫ് അലി വെറും ഒരു വ്യവസായി മാത്രമല്ല, വലിയൊരു മനുഷ്യ സ്നേഹം കൂടിയാണ്. കേരളത്തിലെ പ്രളയ സമയത്ത് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും അദ്ദേഹം നൽകിയ സഹായങ്ങൾ വളരെ വലുതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന മലയാളികൾ ഒരാളാണ് അദ്ദേഹം. തന്റെ ജീവനക്കാരോടുള്ള അദ്ദേഹം കരുതൽ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ യൂസുഫ് അലി നേരിട്ട് ഇടപെട്ട് സഹായിക്കാറുണ്ട്. എളിമയിൽ ലാളിക്കും അദ്ദേഹത്തിന്റെ മുഖമുദ്രയാണ്. തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഭാര്യ ഷാഫിനെയും 3 പെൺമക്കളായ ഷിഫ, ഷെറിൻ, സെബീനെയും അവരുടെ കുടുംബം അടങ്ങുന്നതാണ് യൂസുഫ് അലിയുടെ ലോകം. നാട്ടികയിലെ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത MA യൂസുഫ് അലി കഠിനാധ്വാനം, ദീർഘവീക്ഷണം, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ മലയാളിക്കും, പ്രത്യേകിച്ച് യുവ സംരംഭകർക്ക് വലിയൊരു പാഠപുസ്തകമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. യൂസുഫ് അലിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.